ഹായ് ഹലോ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീന എന്നേക്കുമായിട്ട് ആ വീട് വിട്ടു പോവാണ്. അമ്മയെ തിരികെ കൊണ്ടുവരണമെങ്കിൽ താൻ ഇവിടുന്ന് പോയേ മതിയാവെന്ന് മനസ്സിലാക്കിയ അലീന അഭ്യർത്ഥന പോലെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത്. അങ്ങനെ ബാലചന്ദ്രൻ അവളെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ആ സമയത്ത് ഒരു പുച്ഛത്തോടു കൂടെയാണ് വൈജയ് നിൽക്കുന്നത്. വൈജയ് കാണാനായിട്ട് അലീന പോകുന്നുണ്ട്. അലീന അന്നേരത്ത് പറയും, ഞാൻ പോവാണ്, ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവുണ്ടാവില്ല. ഞാൻ ഒരിക്കലും മാഡത്തിനോട് ഒരു ശത്രുത കാണിച്ചിട്ടില്ല, മാഡത്തിനെ ദ്രോഹിച്ചിട്ടില്ല. ഒന്നും മനസ്സിലാക്കാതെ പോയത് മാഡാണ്. എടി, നീ എന്നെ ദ്രോഹിച്ചിട്ടില്ലെന്നോ? നിന്നെപ്പോലെ ഈ ഭൂലോകത്ത് എന്നെ ദ്രോഹിച്ചത് ആരുണ്ടാവില്ല. അത് തോന്നുന്നതാ. ഒരിക്കലും നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ നിറക്കണ്ണുകളോടെ ആ പടിയിറങ്ങാണ് അലീന. അലീന പോയി കഴിഞ്ഞതോടുകൂടെ ആ വീട്ടിലെ അന്തരീക്ഷം ആകെ മാറി. ആർക്കും ഒന്നിന് യാതൊരു ഉഷാറില്ല. എപ്പോഴും അലീനയുള്ളതുകൊണ്ട് ആ വീട്ടിലൊരു പ്രകാശം ഉണ്ടായിരുന്നുവെന്ന് ബാലചന്ദ്രന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ബാലചന്ദ്രന് അറ്റാക്ക് മൂലം ഹോസ്പിറ്റലിലേക്ക് ആവാണ് കേട്ടോ. ബാലചന്ദ്രൻ ഈ കഥക്കൊടുവിൽ മരിക്കുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിലോ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാണ്. ബാലചന്ദ്രനെ കാണാനായിട്ട് അവിടെ അലീന എത്തുന്നുണ്ട്. അലീന വന്നതോടുകൂടെ വീണ്ടും ആ അന്തരീക്ഷം മാറുകയാണ്. വൈജയന്തി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എടി ഒരുമ്പെട്ടവളെ, നിന്നോട് ആരാടി എൻ്റെ ഭർത്താവ് കിടക്കുന്നിടത്തേക്ക് വരാൻ പറഞ്ഞത്? അത് നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ അതെൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അലീന അന്നേരത്ത് തർക്കിക്കുന്നുണ്ട്. അങ്ങനെ വൈജയോട് എല്ലാ സത്യങ്ങളും പറയണം. മരിക്കുന്നതിന് മുമ്പേ എൻ്റെ നാവ് കൊണ്ട് തന്നെ എനിക്ക് അവളോട് പറയണം. എന്നിട്ട് മരിച്ചാൽ കുഴപ്പമില്ല, അവളുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം. അങ്ങനെ ബാലചന്ദ്രൻ ഐസിയുവിൽ വെച്ചാണ് വൈജയോട് കാര്യങ്ങൾ പറയുന്നത്. വൈജയ്, നീ ഇത്രയും കാലം ചവിട്ടിത്തേച്ച ദ്രോഹിച്ച അലീനയുണ്ടല്ലോ, അവൾ ആരെന്നാ നിന്റെ വിചാരം? ആ സമയത്ത് ഒന്നും മിണ്ടാതെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാണ് വൈജ. ആരായാലും എന്താ ഭാവത്തിന് അവളുണ്ടല്ലോ. ആരാണെന്നറിഞ്ഞാൽ നീ പിന്നെ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും കാലം ഞാൻ ആരെയാണ് സംരക്ഷിച്ചതെന്ന് നീ മനസ്സിലാക്കണം. ഇതെല്ലാം കേട്ട് സഹിക്കേട്ട് വൈജി ചോദിക്കുന്നുണ്ട്, എന്നെ ഐസിയുവിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവളുടെ പോരിശ പറയാനാണോ? ബാലചന്ദ്രന് മറ്റെന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടോ? വൈജി, നീ ആദ്യമൊന്ന് സമാധാനത്തോടെ കേൾക്ക്. പിന്നീട് ഒരിക്കലും എനിക്ക് നിന്നോടത് പറയാനാവില്ല. അതുകൊണ്ടാ ഇപ്പം പറയുന്നത്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വൈജ കേൾക്കാമെന്ന മട്ടിൽ ഐസിയുവിൻ്റെ അടുത്ത് ചെയറിലിരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അവളോട് പറയാണ്, അന്ന് നീ ഒരുപാട് എൻ്റെ മുന്നിൽ ജയിച്ചെന്ന് കാണിച്ചു. നീ ജയിക്കണം, നിനക്കത് മാത്രമേ ഉള്ളൂ. പക്ഷേ നീ ഓരോ നിമിഷവും തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എൻ്റെ ഉള്ളിലെ മനസ്സിനെ അറിയാം. ഇപ്പം എന്താ ബാലചന്ദ്രന് വേണ്ടത്? ഈ ഒരവസ്ഥയിലും എന്നോട് വഴക്കിടാനാണോ? അല്ല വൈജയ്, നിന്നോട് വഴക്കടിക്കാനും പോരടിക്കാനും ഞാൻ ആര്? നിന്റെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും സ്ഥാനം ഉണ്ടായിട്ടുണ്ടോ? 23 വർഷക്കാലം നീ എൻ്റെ നല്ലവളായ ഭാര്യയാണ്. നീ എന്നെ ചതിച്ചിട്ടില്ല എന്നൊരു തോന്നലായിരുന്നു. പക്ഷേ 24 വർഷങ്ങൾക്ക് മുമ്പ് നീ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയായിരുന്നെന്നും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നും അറിയാൻ ഞാൻ ഒരുപാട് വൈകി. ഇത് കേട്ടതും നെട്ടലോടെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാണ്. അന്ന് നീ പ്രസവിച്ച ആ പെൺകുഞ്ഞ് എവിടെ എന്ന് നീ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അത് മരിച്ചുപോയെന്ന് നിന്റെ ആങ്ങളന്മാരും നിന്റെ അച്ഛനും നിന്നെ വിശ്വസിപ്പിച്ചു. എന്നാൽ അവൾ മരിച്ചിട്ടില്ല. ആ കുഞ്ഞാണ് അലീന. ഇത് കേട്ടതും വൈജയന്തിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. അവളവിടെ പിടിച്ചു നിൽക്കാട്ടോ. വീണ്ടും പിന്നെ ബാലചന്ദ്രൻ ഒന്നും പറഞ്ഞത് അവൾക്ക് കേൾക്കുന്നില്ല. ഇല്ല, പച്ചക്കള്ളം, ഞാനിത് വിശ്വസിക്കില്ല. അലീന എൻ്റെ മകളാണെന്ന് പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തേണ്ട. ബാലചന്ദ്രൻ എന്തിൻ്റെ കേടാണ്? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നീ ആരോട് വേണമെങ്കിലും ചോദിച്ചോ. ഗംഗേട്ടൻ, ശിവേട്ടൻ, എല്ലാവർക്കും അറിയാം അലീന ആരാണെന്ന്. എന്തിന് രോഹിത്തിനും കൃഷ്ണമ്മോൾക്കും ഒക്കെ അറിയാം നീ അവളെ പ്രസവിച്ച നീ അമ്മയാണെന്ന കാര്യം. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അങ്ങനെ രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ച് അലറിക്കരഞ്ഞുകൊണ്ട് വൈജയന്തി അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് വൈജയന്തി വീട്ടിലെത്തിയതും വൈജയന്തി പറയുന്നുണ്ട്, എല്ലാവരും കൂടെ ഒരു കള്ളക്കഥ പറഞ്ഞ് മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്നു. അലീന എൻ്റെ മോളാണെന്ന്. അതെങ്ങനെ? 24 വർഷം മുമ്പ് ഞാൻ പ്രസവിച്ചിട്ടുണ്ടാവും. സ്റ്റാലിൻ എന്ന ഒരു ചതിയനെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ ഞങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ അത് മരിച്ചുപോയി. പിന്നീട് ഒരു മകളാണെന്ന് പറഞ്ഞ് അലീനയെ ഞാൻ മകളെപ്പോലെ കണ്ട് സ്നേഹിക്കണം. അതിനുവേണ്ടി ബാലചന്ദ്രൻ്റെ അടവാണെന്ന് പറയുമ്പോൾ ശിവൻ പറയും, അങ്ങനെയല്ല വൈജയ്, അത് നിൻ്റെ മകൾ തന്നെയാണ്. ആരാ അവളെ അങ്ങ് ഓർഫനേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്? നമ്മുടെ അച്ഛൻ കുഞ്ഞിരാമൻ
അല്ലേ കൊണ്ടുവന്നത്? അത് അതിനു മുമ്പ് തന്നെ അറിയാമായിരുന്നു നിന്റെ മകളാണെന്ന്. അതുകൊണ്ടാണ് പ്രീതമ്മ സ്നേഹനികേതനം നടത്തിയിരുന്ന സ്ത്രീ അവിടെ വന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ അവളെ കാണാൻ പോയതും അവളെ ഒരു സെർവൻറ്റിൻ്റെ പേരിൽ കൂട്ടിക്കൊണ്ടുവന്നതും. ഇല്ല ഇല്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾക്ക് ഞാൻ അലീനയെ സ്വീകരിക്കാനുള്ള നാടകമാണിത്. ഇതെല്ലാം ബാലചന്ദ്രൻ്റെ നാടകമാണ്. ഇവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ശിവനും അങ്ങ് പോവാണ് കേട്ടോ. അതിനുശേഷം ഗംഗേട്ടൻ ബാലചന്ദ്രനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ബാലചന്ദ്രന് അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് മക്കളും മറ്റുള്ളവരും ചേർന്ന്. അച്ഛൻ പോയത് ഒരു തീരാവേദനയായിട്ട് അലീനയുടെയും മക്കളുടെയും മനസ്സിൽ കിടക്കുകയാണ്. അങ്ങനെ വൈജയാണെങ്കിലോ ഏത് സമയം റൂമിൽ തന്നെ ബാലചന്ദ്രനെ പെട്ടെന്നിങ്ങനെ തിരിച്ചു പോകുമെന്നും ബാലചന്ദ്രന് മരണം സംഭവിക്കുമെന്നും ഒരിക്കലും വൈജ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അത് വൈജയെ വല്ലാതെ തകർത്തിരുന്നു. അങ്ങനെ വൈജ ഓരോ കിടപ്പാട്ടോ അലീന സഹതാപത്തോടെ അമ്മക്കരിയിലേക്ക് വരുന്നുണ്ട്. ദേ കുറച്ച് കഞ്ഞി കുടിക്ക്, നീ എന്നോട് വിണ്ടണ്ടടി, നീ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കഥ മെനഞ്ഞുണ്ടാക്കി എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണം നീയാണ്. അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഉണ്ടായിട്ടെന്താ? ഉള്ളപ്പോൾ ഒരിക്കൽ പോലും സ്വസ്ഥത അമ്മ കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലും സ്നേഹത്തോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ അച്ഛൻ പോയാലെന്താ? അച്ഛൻ അവിടെ സന്തോഷമായിരിക്കും. അതെടി, പോകുന്ന മുമ്പേ ഒരു പച്ച കള്ളം കൂടെ പറയട്ടാ പോയത്, നീ എൻ്റെ മകളാണെന്ന്. ഇത് കേട്ടതും അലീനാകെ ഞെട്ടുന്നുണ്ട്. അതെ, നീ അങ്ങനെ പറഞ്ഞെന്നെ വിശ്വസിപ്പിച്ച് നാടകം കളിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് കരുതി. ഒരിക്കലുമില്ല, ഈ വൈജ അങ്ങനെയൊന്നും വിശ്വസിക്കത്തില്ലടി. പക്ഷെ വൈജയെ നീ വിശ്വസിക്കണം, അലീന നിൻ്റെ മകളാ. അതും പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇല്ല, ഞാൻ വിശ്വസിക്കത്തില്ല ഇതിനെ നാടകത്തിൽ. എന്തായാലും ഗംഗേട്ടനും തന്നെ പങ്കുണ്ടല്ലോ എന്ന് പറയാനട്ടോ. അങ്ങനെ ആരെന്തൊക്കെ പറഞ്ഞിട്ടും വിശ്വസിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഗംഗേട്ടൻ തന്നെ സ്റ്റാലിൻ ജോസഫ് വരുന്നുണ്ട്. വൈജെ, നിൻ്റെ മകളായിരിക്കില്ല ഒരു പക്ഷേ അലീന, എന്നാൽ അതെൻ്റെ മകളാണ്. അലീനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സ്റ്റാലിൻ അവിടേക്ക് വന്നതും നെറ്റിലൂടെയാണ് 24 വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യനെ വൈജ കാണുന്നത്. തന്നെ വഞ്ചിച്ചും ചതിച്ചും തൻ്റെ ജീവിതം നരകതുല്യമാക്കിയവനെ കണ്ടതും വൈജയ്ക്ക് ആകെ നിയന്ത്രണം വിട്ട് വൈജ അയാളെ തന്നെ നോക്കി നിൽക്കാട്ടോ. എന്തെങ്കിലും കാണുന്ന സമയത്ത് തനിക്ക് ചോദിക്കാൻ മനസ്സിൽ കരുതി വെച്ച ആ ചോദ്യം പോലും വൈജയുടെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. അലീനയോട് പറയുന്നുണ്ട് സ്റ്റാലിൻ ജോസഫ്, വാ മതി ഇവിടുത്തെ താമസം, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അലീനയുടെ ബാഗ് എടുത്തുകൊണ്ട് പോവാണ്. ആ സമയം അലീന അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഞാൻ പോട്ടെ, എന്നെ എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നിയാൽ അമ്മക്ക് വരാം, ഞാൻ അച്ഛൻ്റെ കൂടെയാ പോകുന്നത്. ആ സമയത്ത് അവളെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് സ്റ്റാലിൻ അലീനയെ കൊണ്ട് പോവാട്ടോ. അലീന തൻ്റെ മകളാണെന്ന് ഓർത്ത് വൈജയ്ക്ക് തൻ്റെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക. അപ്പോൾ എല്ലാവരും പറഞ്ഞത് സത്യമാണ്, അലീന ഞാൻ പ്രസവിച്ച എൻ്റെ മകൾ, എൻ്റെ പൊന്നുമോളെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളിങ്ങനെ കൈ തലക്ക് കൊടുത്തിട്ട് കരഞ്ഞോണ്ട് നിൽക്കാട്ടോ. അങ്ങനെ ഭവിതയും വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ മനസ്സിലാക്കാത്തൊരു സത്യമാണ്, അച്ഛൻ ഇത്രയും കാലം സഹിച്ചതും സംരക്ഷിച്ചതും എല്ലാം അലീന ചേച്ചിക്ക് വേണ്ടിയാണ്. അലീന ചേച്ചിയോട് പറഞ്ഞിരുന്നു അച്ഛനെ, ഒരിക്കലും അമ്മയുമായിട്ടുള്ള ഒരു ജീവിതം, ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ല, ഇത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാലെന്ന കാര്യം, അതുകൊണ്ടാണ് മറച്ചു വെച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നില്ലേടി, ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ, എൻ്റെ മകളാണ് എൻ്റെ കൺമുമ്പിലുള്ളതെന്ന കാര്യം. അവളെ ഞാൻ ഇങ്ങനെ കുത്തി നോവിക്കുമായിരുന്നോ? അമ്മയോട് പറഞ്ഞല്ലോ ഞങ്ങൾ. 24 വർഷങ്ങൾക്ക് മുമ്പേ അമ്മ അച്ഛനെ വിവാഹം കഴിക്കുന്ന മുമ്പേ പ്രസവിച്ച മകളാണ്. ദേ ആ പോകുന്ന അലീന ചേച്ചി, അവൾ ഞങ്ങൾക്ക് ചേച്ചി തന്നെയാണ്. അമ്മ ഞങ്ങൾ ഒരിക്കലും സ്നേഹിക്കാത്തതിനപ്പുറം ആ ചേച്ചി ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, ഞങ്ങളെ നേർവഴിക്ക് നടത്തിയിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ എന്ത് വേണം അമ്മേ? എല്ലാം സഹിച്ച് ഇവിടെ നിന്നിട്ടും, അമ്മയുടെ ആട്ടും തുപ്പും കേട്ട് നിന്നിട്ടും ചേച്ചി എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ? ഇവിടെ വിട്ടു പോയോ? ഇല്ലല്ലോ, ഞങ്ങൾക്കെല്ലാവർക്കും നന്മ മാത്രമല്ലേ ചേച്ചി ചെയ്തിട്ടുള്ളൂ. ഇത് കേട്ടതും ഭ്രാന്ത് ഇളകിക്കൊണ്ട് എനിക്ക് എൻ്റെ മോളെ കാണാം, എവിടെയാ എൻ്റെ മോളെന്ന് പറഞ്ഞ് ഭ്രാന്ത അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ അലീനെ കാണാതിരിക്കാൻ വയ്യ, തൻ്റെ മോളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. അതിങ്ങനെ ആയിരിക്കെ വൈജയാണ് അലീനെ കാണാനായിട്ട് സ്റ്റാലിൻ ജോസഫിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മകളെ കണ്ടതും വൈജയ്ക്ക് നിയന്ത്രണം വിടുന്നുണ്ട്. അവളുടെ കാലിൽ വീണ് മാപ്പ് പറയുന്ന ആ ഒരു സീനൊക്കെ ഇതിന് മുമ്പ് തന്നെയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാലിനോട് തൻ്റെ മകളെ കുറച്ച് ദിവസം തനിക്ക് കൂടെ നിർത്താനും സ്നേഹിക്കാനും വിട്ടുതരണമെന്ന് അഭ്യർത്ഥിക്കാണ്. സ്റ്റാലിൻ ചോദിച്ചു, ഇത്രയും നാൾ നിൻ്റെ മുമ്പിലുണ്ടായിരുന്നല്ലോ ഒരു ദയയുടെ നോട്ടം, നീ അവളെ നേർക്ക് നോക്കിയോ? അവൾ നിൻ്റെ മകളെന്നായിരിക്കട്ടെ, പക്ഷേ ഒരു പെൺകുട്ടിയോടും നീ ഇത്രയ്ക്ക് ക്രൂരമായി പെരുമാറാൻ പാടില്ല. സ്റ്റാലിൻ്റെ മുഖത്ത് നോക്കി വൈജി ചോദിച്ചു, എല്ലാത്തിനും കാരണം താൻ ഒരുത്തനല്ലേ?
താൻ എന്നെ ഉപേക്ഷിച്ചു പോയതല്ലേ? ആഗ്രയിൽ നിറവയറോടെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്ന ദിവസങ്ങൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അന്നൊന്നും തനിക്ക് തന്നെ എന്നെ വേണ്ടായിരുന്നു. എന്നിട്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. എന്നെക്കുറിച്ച് അന്വേഷിച്ചോ? എൻ്റെ മകളെക്കുറിച്ച് അന്വേഷിച്ചോ? എന്നിട്ട് ഇപ്പോഴേ ഒരു മകളാണെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. വലിയ കാര്യമായിപ്പോയി. അമ്മ അച്ഛനെ തെറ്റിദ്ധരിച്ചതാണ്. അമ്മയുടെ ആ അവസ്ഥയിൽ അച്ഛൻ ഒരിക്കലും നോർമലായിരുന്നില്ല. ആക്സിഡൻറ്റ് സംഭവിച്ച് ഹോസ്പിറ്റലായിരുന്നു. 1-2 വർഷമെടുത്തു അച്ഛൻ പഴയ സ്ഥിതിയിലേക്ക് എത്താൻ. അപ്പോഴേക്കും അമ്മയുടെയും ബാലചന്ദ്രൻ്റെ അച്ഛൻ്റെയും വിവാഹം കഴിഞ്ഞിരുന്നു. അലീന പറഞ്ഞത് കേട്ട് നെട്ടലോടെ സ്റ്റാലിൻ്റെ മുഖത്തേക്ക് നോക്കി വൈജെ നിനക്ക് എന്നെ എപ്പോഴെങ്കിലും അന്വേഷിച്ച് വരാൻ തോന്നിയോ? എൻ്റെ വീട്ടുകാർ പറഞ്ഞ വിവരം നീ മറ്റൊരു വിവാഹം കഴിച്ചെന്നാണ്. നിരാശയോടെയാണ് നിനക്ക് വേണ്ടി പല അന്വേഷണങ്ങളും നടത്തി. നിൻ്റെ വീട്ടുകാർ എന്തിനൊന്നും എന്നെ അടുത്തുപോലും എത്തിച്ചില്ല ഗംഗേട്ടൻ. പക്ഷെ പിന്നെ എങ്ങനെയാണ് നീ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നെന്ന് വിവരം എനിക്ക് ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചത്. നെട്ടലോടെ വൈജയും സത്യങ്ങൾ തിരിച്ചറിയാണ്. നമ്മളെ രണ്ടുപേരെയും ചതിച്ചത് നമ്മുടെ വീട്ടുകാർ തന്നെയാണ്. അലീനയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. അലീന പറയുന്നുണ്ട്, എത്ര കൊതിച്ചിട്ട് കാണും നമ്മൾ 3 പേരും കൂടെയുള്ള ജീവിതം. അതേ മോളെ, ഒരുപാട് കൊതിച്ചതാണ്. അന്ന് 2 വീട്ടുകാരും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളെ 2 വഴിക്കാക്കിയത്. എത്ര നാടകീയമായ രംഗം. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പഴയതുപോലെ ഒരിക്കലും ആവില്ലല്ലോ. അച്ഛാ, അമ്മയുടെ കൂടെ ഞാൻ പോയിക്കോട്ടെ. ഈ അമ്മയുടെ സ്നേഹം എന്തോരം കൊതിച്ചതാണ് ഞാൻ. ഒന്ന് ചേർത്ത് പിടിക്കാൻ, മോളി എന്ന് വിളിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. മറ്റൊന്നും ഞാൻ ഈ ലോകത്ത് അത്രയേറെ ആഗ്രഹിച്ചിട്ടില്ല. ഒടുവിൽ സ്റ്റാലിൻ്റെ സമ്മതത്തോടു കൂടെ വൈജയുടെ കൂടെ അലീന പോവാട്ടോ. അലീന ചെന്നതും വൈജയ്ക്ക് എത്ര സ്നേഹിച്ചിട്ടും മതി വരുന്നില്ല. ചെറുപ്പത്തിൽ അവൾക്ക് നൽകാതിരുന്ന താരാട്ടുപാട്ട് അവൾക്ക് വാരിക്കൊടുക്കുകയും ഊട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മോളെ. അപ്പോൾ അലീനയുടെയും ആ ഒരു വൈജയുടെ സ്നേഹം കണ്ട് ബബിതയും കൃഷ്ണയും അസൂയയുടെ നോക്കി നിങ്ങ. ഇപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളെ വേണ്ടല്ലേ, ഒരു കൊച്ചുകുട്ടിയെ കിട്ടിയിരിക്കുന്നു. എടി ബബിതയെ, കൃഷ്ണമോളെ, നിങ്ങളെ ഞാൻ ചെറുപ്പം തൊട്ടേ വളർത്തിയില്ലേ. 24 വർഷം എൻ്റെ മോളതേ അനാഥയായിട്ടാണ് ജീവിച്ചത്. അവൾക്ക് ഇപ്പോഴെങ്കിലും ഞാൻ സ്നേഹിക്കേണ്ടേ? ഞാൻ ഈ വീട്ടിൽ വന്നിട്ടും ഞാൻ അവളെ തിരിച്ചറിഞ്ഞില്ലല്ലോ. എത്ര ക്രൂരമായിട്ടാണ് ഞാൻ അവളോട് പെരുമാറിയത്. എൻ്റെ പൊന്നുമോളാണ്. ഞാനിനി വിടത്തില്ലാട്ടോ നിൻ്റെ പപ്പയുടെ അടുത്തേക്ക്. നീ ഇവിടെ വേണം, എൻ്റെ മക്കളുടെ കൂടെ. നീ എൻ്റെ മോളാണ്. ഈ ലോകത്തോട് മുഴുവൻ അലീന കൊച്ചിൻ്റെ മോളാണെന്ന് എനിക്ക് എല്ലാവരോടും പറയണം എന്ന് പറഞ്ഞ് അലീനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാണ്. അപ്പോഴേക്കും രോഹിത് അങ്ങോട്ട് വരുന്നുണ്ട്. ആഹാ, ഇവിടെ എന്താ അമ്മയും മകളുമുള്ള കളിയാണോ? ഞങ്ങൾക്ക് അമ്മയുടെ സ്നേഹം വേണ്ടേ? അമ്മയ്ക്ക് ദേഷ്യവും വാശിയൊക്കെ ആയിരുന്നല്ലോ. ഞങ്ങൾ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? അങ്ങനെ 4 മക്കളെയും ചേർത്ത് പിടിച്ച് വൈജ സന്തോഷത്തോടെ നിൽക്കാണ്. ബാലചന്ദ്രൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയതും മാലയിട്ട് ബാലചന്ദ്രൻ്റെ ഫോട്ടോ അവിടെ തൂക്കിയിട്ടുണ്ടാവും. അദ്ദേഹം അവരെ 4 പേരെയും നോക്കി പുഞ്ചിരിക്കുന്ന പോലെ അലീനയ്ക്ക് തോന്നാണ്. നിറക്കണ്ണുകളോടെ ബാലചന്ദ്രൻ്റെ ഫോട്ടോക്കരികിലേക്ക് വന്ന് അലീന കൈകൂപ്പുന്നുണ്ട്. ഇങ്ങനൊരു കുടുംബം എനിക്ക് തന്നതിന്, എന്നെ സംരക്ഷിക്കുന്ന ഈ അച്ഛൻ്റെ കുറവ് നന്നായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ട്. ഈ മക്കളെ എല്ലാവർക്കും വലിയ സങ്കടമാവാണ്. ബാലചന്ദ്രൻ പോയതിൽ പിന്നെ എല്ലാവരും ആ ഒരു നഷ്ടം നികത്താൻ പറ്റാത്ത ഒരു രീതിയിലാട്ടോ. അങ്ങനെ അമ്മയും മക്കളൊക്കെ നന്നായിട്ട് പോവാണ്. ഈ സമയം അലീനയും മനുവുമായിട്ടുള്ള വിവാഹത്തിന് ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ വൈജയുടെ മകളാണ് അലീന എന്ന് അറിഞ്ഞതോടുകൂടെ കുറച്ചൊക്കെ കമലയുടെ ആ ഒരു ദേഷ്യവും വാശിയും ഒക്കെ ഒരു പിടിവാശിയൊക്കെ അങ്ങ് വിട്ടുവീഴ്ച നൽകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു എപ്പിസോഡിനായിട്ടും കാത്രി ഈ അടുത്തൊന്നും ഈ ഒരു സീനൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഒരു 2-3 വർഷം എടുക്കും അമ്മ മകളെ തിരിച്ചറിയുന്ന ആ ഒരു സീനൊക്കെ എത്താനായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.